നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പ്രതിവിധി നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ചിലപ്പം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ കർത്താവ് ഒരു പോംവഴി ഉണ്ടാകും എന്നോർത്ത് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വചനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നിങ്ങൾക്കായി കടന്നു വരുന്നു. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. പറഞ്ഞേ, എന്റെ ദൈവം വിശ്വസ്തനാണ്, ഈശോ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിരവധി പേര് സാക്ഷ്യങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട സാക്ഷ്യം, കുറെ സാക്ഷ്യങ്ങളൊക്കെ ഞാനിപ്പോൾ വായിക്കാം. കുറെ അധികം സാക്ഷ്യങ്ങൾ. കർത്താവിന്റെ അത്ഭുതകരം ഒരുപാട് മനുഷ്യരെ സ്പർശിക്കുന്നു. ഇതെല്ലാം പറയുന്നത്, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ബിജോയ് എന്ന് പറഞ്ഞൊരു മകൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയുകയാണ്. നാളുകളായിട്ടുള്ള മുട്ടിന്റെ തേയ്മാനം സൗഖ്യമായി നടക്കാൻ പോലും കഴിയാതെ വളരെ ബുദ്ധിമുട്ടിരുന്ന ആ മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകി. ഹല്ലേലൂയ, ഈശോയെ ആരാധന. കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പക്ഷെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈശോയുടെ അത്ഭുതകരം ആ മകനെ സ്പർശിച്ചു. അപ്പൊ ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിലെ നിന്റെ വിഷയത്തിലും ഈശോയ്ക്ക് ഇടപെടാൻ സാധിക്കും. ഈ വചനം കൂടെ റിസീവ് ചെയ്യണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാം വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അതിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. ഒന്ന് പറഞ്ഞേ, സമാധാനത്തിന്റെ ദൈവമേ, എന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റും. ഹല്ലേലൂയ, ഈശോയെ ആരാധന. റീത്തു എന്ന് പറഞ്ഞ ഒരു സഹോദരി വിസ തടസ്സം മാറിയത് എന്നോട് ഇപ്രകാരമാണ് സാക്ഷ്യമായിട്ട് നൽകിയപ്പോൾ റീത്തു പറഞ്ഞത്, വിസ തടസ്സം എന്റെ മാറി. അന്ന് ബ്രദർ പറഞ്ഞതുപോലെ ഈശോയുടെ തിരുരക്തത്തിനാൽ ഞാൻ എന്നെ തന്നെ കഴുകി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ എന്റെ മുൻപിലുണ്ടായിരുന്ന തടസ്സത്തെ ഈശോ എടുത്തു മാറ്റി. ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി. ഹല്ലേലൂയ, ഈശോയെ ആരാധന. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ എന്ത് തടസ്സം വന്നാലും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ അവിടെ വലിയൊരു ഡെലിവറൻസ് കടന്നു വരും. അപ്പൊ ഒരു സഹോദരി വിസയുടെ തടസ്സം, കുറെ നാളുള്ള തടസ്സമാണ്. ആ തടസ്സം അവിടെ നിൽക്കുമ്പോൾ ഈശോയെ അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു, അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകി മുദ്രയിടുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ തടസ്സം മാറിപ്പോയി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈശോയുടെ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ നമുക്കറിയാമല്ലോ ഇതെങ്ങനെയാ അത്ഭുതം നടക്കുന്നത്. ഈശോയുടെ രക്തം കൊണ്ട് നമ്മളെ തന്നെ മുദ്രയിടുമ്പോൾ, കഴുകുമ്പോൾ അവിടെ ഒരു വിടുതൽ, കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയാ സംഭവിക്കുകയാണ്. ഇത് ഈ സഹോദരി റീത്തു തന്നെ സ്വയമേ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ലഭിച്ചത്. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു, ഈശോയുടെ രക്തത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. 23-ാം വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കാണുക, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടയാകട്ടെ. 3 കാര്യത്തിൽ പൂർണ്ണത ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഈശോയുടെ പ്രത്യാഗമനത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യാഗമന സമയത്ത് 3 കാര്യത്തിനകത്തൊരു പൂർണ്ണത. ഏതൊക്കെ 3 കാര്യങ്ങളാണ്? ആത്മാവിൽ, ജീവനിൽ, ശരീരത്തിൽ. എല്ലാ മേഖലകളിലും ഒരു പരിപൂർണത ഈശോയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കണം. എല്ലാ മേഖലകളിലും ഒരു പരിപൂർണത. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഈശോ ആരാധന. ഒരു സെക്കൻഡ്, ഞാൻ ഈ ക്യാമറ ഒന്ന് നേരെ വെച്ചോട്ടെ. ഓക്കെ, ഇപ്പൊ അറിയാൻ തോന്നുന്നു. ഇന്നിവിടെ ഒരു റിട്രീറ്റ് നടക്കുകയാണ്, ഒരു പാരിഷ് റിട്രീറ്റ്. ഫാദർ കെവിൻ മക്വിൻസിന്റെ കൂടെ ഞാനും ദൈവവചനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന രാവിലെ ഉണ്ടായിരുന്ന ഒരു സെഷൻ, ഇനി വൈകിട്ടൊരു സെഷൻ കൂടെ ഉണ്ട്. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയുള്ള റിട്രീറ്റ് ആണ്. ആ റിട്രീറ്റിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ. അപ്പോൾ അതിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ കാണാം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടയാകട്ടെ. പൂർണ്ണത, ജീവിതത്തിൽ ഒരു പൂർണ്ണത, ലൈഫിൽ ഒരു അപൂർണത ഫീൽ ചെയ്യുന്നുണ്ടോ? ഇന്ന് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി കടന്നു വരിക. നിങ്ങളുടെ അപൂർണതകളെ ഈ വചനം പൂർണ്ണതയിലേക്ക് വഴി നടത്തും. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും വിടുതൽ നടക്കുന്നതിന് വേണ്ട വില മുഴുവനും ഈശോ കാൽവരി മലമുകളിൽ ബലിയായി തീർന്നപ്പോൾ
നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തതാണ്. വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ കുരിശുബലിയുടെ അനന്ത യോഗ്യതയാൽ ദൈവകരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈശോ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? ഈശോ ഈ ഭൂമിയിലേക്ക് ശരീരം ധരിച്ച് എന്തിനാ നമുക്ക് വേണ്ടി വന്നത്? ഈശോ ശരീരം ധരിച്ച് നമുക്ക് വേണ്ടി വന്നത് നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ബലിയായി തീരുന്നതിന് വേണ്ടിയാണ്. ആ ബലിയർപ്പണം നടന്നതിലൂടെ ഇന്ന് വിശ്വസിക്കുന്ന നമ്മളിലേക്ക് ഈശോയുടെ ദൈവിക നീതീകരണം കടന്നു വരുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. അപ്പൊ സമാനമായ ഒരു അത്ഭുതം മറ്റൊരാൾക്ക് കർത്താവ് നൽകി. മിഥുൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ, അത് 1 വർഷം മുമ്പ് അദ്ദേഹം ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു. അന്നത്തെ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞു എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവർക്ക് മക്കളില്ലായിരുന്നു. ദൈവം ഒരു കുഞ്ഞിനെ നൽകി ആ ദമ്പതികളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞേ. എന്റെ ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, എന്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സാക്ഷ്യം, കഴിഞ്ഞ ലൈവിലല്ല, 2 ആഴ്ച ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞായിരുന്നു. 14 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതികൾ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഇങ്ങനെ നിരവധിയായ സാക്ഷ്യങ്ങൾ കർത്താവ് അനേകരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ദിവസങ്ങളിൽ കേൾക്കുവാനിടയായിത്തീരുന്നു. വാസ്തവത്തിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഈ ശുശ്രൂഷകൾ ഇത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നത് അല്ലേ? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഏതൊക്കെ രാജ്യത്ത് എവിടെയൊക്കെ ഇരുന്നാണ് ഇത് കൂടുന്നതെങ്കിലും കർത്താവിന്റെ ഇടപെടൽ അവിടെ സംഭവിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഈശോയുടെ ശക്തി നോ മാറ്റർ വേർ വി ആർ, കർത്താവ് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ സമീപത്ത് ദൈവമുണ്ട്. ഇത് ദൈവം ഉറപ്പിക്കുവാണ്, നമുക്ക് ഉറപ്പ് തരും. ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, അതായത് കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്കരികിലുണ്ട്. ഹി ഈസ് ഏബിൾ ടു പെർഫോം ദാറ്റ് മിറക്കിൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പുറത്തു പോകാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും, വേറൊരു സ്ഥലത്ത് ട്രാവൽ റെസ്ട്രിക്ഷൻ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് നിങ്ങളൊരു സ്ഥലത്ത് കൺഫൈൻഡ് ആയിട്ടിരിക്കുമായിരിക്കും. ഇസ്രായേലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൺഫൈൻഡ് ആയിട്ട് ഇരുന്ന് നിങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആ അവസ്ഥകളിലേക്ക് കർത്താവിന് ഇറങ്ങി വരുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈശോയെ ആരാധന. നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ നിസ പറയുമായിരുന്നു, നിസയുടെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകാനുള്ള കാര്യം, നിസ ഇസ്രായേലിലാണ്. ഇസ്രായേലിൽ ഇരുന്ന് പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഓരോ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ അവിടെ ഇരുന്ന് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കർത്താവ് അത്ഭുതകരമായിട്ട് നാട്ടിൽ ആ മകൾക്ക് വേണ്ടി, ആ മകളുടെ ഹസ്ബൻഡിന് വേണ്ട കാര്യങ്ങൾ കർത്താവ് കുവൈറ്റിന് പോകേണ്ട കാര്യം ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കരികിൽ കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരും. ഇന്ന് നിങ്ങൾ വളരെയധികം വേദനിച്ച് വിഷമിച്ച്, എന്റെ ദൈവം നിനക്ക് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കരികിൽ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രവർത്തിക്കും. കർത്താവ് പ്രവർത്തിക്കും. കുര്യാക്കോസ് മാത്യു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. കർത്താവ് സൗഖ്യം കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഡോക്ടർ അറ്റസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ എനിക്ക് അയച്ചു തരണം, അത് നമുക്ക് സാക്ഷ്യമായിട്ട് പറയണം. അനേകർക്ക് അതൊരു വിടുതലിന് കാരണമായി തീരും അല്ലെ? അത്ര വലിയൊരു രോഗത്തിൽ നിന്ന് കർത്താവ് ഈ മനുഷ്യന് സൗഖ്യം കൊടുത്തു. അപ്പൊ ഈ സാക്ഷ്യം നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ, ഏതവസ്ഥയിലും കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി എത്ര വലുതാകട്ടെ, അതിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. ഇതേ തെസ്സലോനി ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നു: എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. എന്താണ് നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം? നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് 1 തെസ്സലോനി 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടുകൂടി എങ്ങനെയായിരിക്കാൻ പറ്റുന്നത്? പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്ന സമയത്ത്, ഈ ലേഖനം എഴുതുന്ന സാഹചര്യങ്ങളിലൊക്കെ വലിയ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിലൂടെയൊക്കെ കടന്നുപോയ പൗലോസ്ലീഹയ്ക്ക് ഒരു കാര്യം പിടികിട്ടി: ഏത് പ്രതിസന്ധി, ഏത് പ്രശ്നങ്ങൾ, ഏത് പ്രയാസങ്ങൾ ഫേസ് ചെയ്താലും അതിനപ്പുറമായിട്ട് ദൈവം ഒരുക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, അതിനപ്പുറമായിട്ട് ദൈവം ഒരുക്കുന്ന ഒരു വിടുതലുണ്ട്, അതിനപ്പുറമായിട്ട് ദൈവം ഒരുക്കുന്ന സംതിങ്, എ ഗ്രേറ്റർ ബ്ലെസ്സിംഗ് ഉണ്ട്. ഒരു ആത്മീയ അനുഗ്രഹമായിരിക്കും, ചിലപ്പോൾ ഈശോയെക്കുറിച്ചുള്ള ഒരു
ആഴമേറിയ ബോധ്യമായിരിക്കും, ആത്മീയമായൊരു വിടുതലായിരിക്കും, ചിലപ്പോൾ ഭൗതികമായൊരു ഡെലിവറൻസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ ദൈവം ഒരുക്കുന്ന വലിയൊരു ഡെലിവറൻസ് അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹം, ഡെലിവറൻസ് ഓൾറെഡി ഈശോ നൽകി കഴിഞ്ഞു, പക്ഷെ ഏതോ ഒരു മേഖല ഒരു വലിയ അനുഗ്രഹം നമുക്ക് വേണ്ടി കടന്നു വരാനിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രയാസം ലൈഫിൽ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിച്ചിട്ട് ഒരു പ്രശ്നത്തിലൂടെ ഒരു പ്രയാസത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷത്തോടു കൂടി ആയിരിക്കണം. കാരണം എന്താ? അപ്പസ്തോലന്റെ ഒരു സാക്ഷ്യമാണിത്. ദൈവം വലിയ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വലിയ എന്തോ ഒരു നന്മ നിങ്ങളെ തേടി കടന്നു വരാൻ വേണ്ടി പോകുന്നു. വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു. അപ്പസ്തോലന്റെ ജീവിതത്തിൽ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അപ്പസ്തോലൻ എഴുതിയ ലേഖനങ്ങളാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈശോയിലേക്ക് വഴി നടത്തിയതെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിനാൽ ഈശോ ഈ ഒരു സഹനത്തിനകത്തും കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ സന്തോഷത്തോടുകൂടെ ആയിരിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കും. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ കോൺസ്റ്റന്റ്ലി കർത്താവുമായിട്ട് ഒരു ഫെലോഷിപ്പിലാകുവിൻ. ഹാവിങ് എ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ആ ഒരു ഫെലോഷിപ്പിൽ ഈശോയോടൊപ്പം ആകുവിൻ. സുനോജ് ബി അബ്രാഹിം ഒരു പ്രയർ റിക്വസ്റ്റ്, ക്യാൻ യു പ്ലീസ് പ്രേ ഫോർ മീ ആൻഡ് വൈഫ് ടു സോൾവ് പ്രോബ്ലം ബിറ്റ്വീൻ അസ്. നമുക്ക് എല്ലാവർക്കും സുനോജിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പെട്ടെന്ന് സുനോജിന്റെ ആ കമന്റ് വന്നപ്പോൾ ഈശോ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു പ്രേരണ നൽകി. നമുക്കൊരു നിമിഷം സുനോജിന് വേണ്ടി പ്രാർത്ഥിക്കാം. സമാനമായ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലിയ ഇടപെടൽ ആ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ കർത്താവെ. അവരുടെ ലൈഫിൽ ഒരു ഹീലിംഗ് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ആ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സുനോജെ, അർജുൻ രേവതി ദമ്പതികൾ അവര് കുറെ നാളുകളായിട്ട് ഈ ലൈവിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം അവർ നൽകിയത് ഇപ്രകാരമാണ്. അവർ വല്ലാത്ത ഡിപ്രഷനായിരുന്നു. അവരുടെ ബിസിനസ്സൊക്കെ തകർന്ന് എല്ലാ ദിവസവും വീട്ടില് ബഹളവും അടിയും ഒക്കെ ആയിട്ട് വല്ലാത്ത അസ്വസ്ഥതയിലൂടെ കടന്നു വന്നു. അവർ ടാബ്ലറ്റ്സ്, ഡിപ്രഷന്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നു. രണ്ടുപേരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടമാനം കൂടിയത് നിമിത്തം ഡിവോഴ്സ് ചെയ്യാനൊക്കെയുള്ള പ്ലാനിലേക്ക് പോകുന്ന സമയത്താണ് അവർ യാദൃച്ഛികമായിട്ട് ആരോ ഏതോ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയോ അവരെങ്ങനെ ഒരു പ്രാർത്ഥന അറ്റൻഡ് ചെയ്തു. അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് ഡിപ്രഷനിൽ നിന്ന് സൗഖ്യം നൽകി, യൂണിറ്റി നൽകി, അവരുടെ ലൈഫിനെ തിരികെ ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് വഴി നടത്തി എന്ന് പറഞ്ഞൊരു സാക്ഷ്യം അവർ എഴുതി നൽകിയിരുന്നു. അർജുന്റെ ലൈഫിൽ അത്ഭുതം ചെയ്ത അതേ കർത്താവിന് സുനോജിന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. സുനോജ് എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വേദനയിലൂടെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ കർത്താവിന് നഷ്ടപ്പെട്ടു പോയതിനെ മുഴുവനും തിരികെ മടക്കി നൽകുവാൻ സാധിക്കും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? 1 തെസ്സലോനിക്കർ 5:16 എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കും. ശരിയാ, നമ്മളിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയാ സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ പറ്റുന്നത്? പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കണം, ഇത് എന്തോ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ഹെബ്രായർ 11:11 നമ്മൾ കാണുന്നൊരു വാക്യമുണ്ട്. അതായത്, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് സാറ ഗർഭധാരണത്തിന് പ്രായാധികം കവിഞ്ഞിട്ടും സാറ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ പ്രാപിച്ചു. അതായത് പ്രായം ഒത്തിരിയായി, ഇനി ഒരിക്കലും അതിനുള്ള സാധ്യതയില്ല. പക്ഷേ അവിടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മളെ സന്തോഷത്തോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത്. എനിക്ക് വാഗ്ദാനം നൽകിയവൻ വിശ്വസ്തനാണ്. ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞേ. ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് അവിശ്വസ്തതകൾ വരും, അല്ലെ? പലപ്പോഴും നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് ബലഹീനതകൾ വരുമ്പോഴും നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. അതുകൊണ്ടാണ് 24 വാക്യം നമ്മൾ നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞേ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അബ്രാഹത്തിനും സാറയ്ക്കും വാഗ്ദാനം നൽകിയ ദൈവം വിശ്വസ്തനല്ലേ? അപ്പൊ ദൈവം വിശ്വസ്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക.
നമ്മൾ സ്വയമേ കണ്ടം ചെയ്യുന്നതിൽ നിന്നും നമ്മൾ നമ്മുടേതായ എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിടുതൽ താമസിക്കുന്നത്, എന്താണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്, അതൊക്കെ ചകയുന്നത് മാറ്റിവെച്ചിട്ട് ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുക. അപ്പൊ പലരും വന്ന് നിങ്ങളോട് പലതും പറയും. നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ വൈകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം തടസ്സങ്ങൾ പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പലതും പറയുമായിരിക്കും. നിങ്ങൾ ചെയ്ത പാപം കൊണ്ടാണ്, നിങ്ങളുടെ തലമുറയുടെയാണ്, പാരമ്പര്യത്തിന്റെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്ന എന്താ? നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തരാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ഇപ്പൊ സാറായുടെ അടുത്ത് പലതും എന്ന് പറഞ്ഞു കാണും. അബ്രാഹത്തിനും സാറയ്ക്കും അവർക്ക് കുഞ്ഞുങ്ങളാകുന്നില്ല, താമസിക്കുക. അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മറ്റ് ഫിലിസ്തീൻസ്, മറ്റു ജാതിയിൽപ്പെട്ട ആൾക്കാർ, മറ്റ് കുടുംബത്തിൽപ്പെട്ടവരൊക്കെ അവർക്കെല്ലാം പിള്ളേരെല്ലാം വഴി മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ഒരു ഭാഗത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. സാറ പുറത്തോട്ട് നോക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ മുഴുവൻ അവരെല്ലാം ഗർഭിണിയായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ മൊത്തം ഡിപ്രഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് മൊത്തം കാണുന്നത്. ഇപ്പൊ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ വീടിന് വെള്ളോട്ട്, നീ ആകാശത്തിലേക്ക് നോക്കി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, സമുദ്രത്തിലെ മണൽത്തരികൾ പോലെ നിനക്ക് ഞാൻ കുഞ്ഞുങ്ങളെ നൽകും. അപ്പം ദൈവം അബ്രാഹത്തോട്, നിന്റെ വിഷയം, നിന്റെ മനസ്സ് ലോകം കാണിക്കുന്ന കാഴ്ചകളിലേക്ക് പോകരുത്, നിന്റെ മനസ്സ് എപ്പോഴും എന്നിൽ സ്ഥിരമായിരിക്കണം. അപ്പൊ ആ ഒരു സ്ഥിരത സാറയ്ക്ക് ലഭിച്ചപ്പോ സാറയെക്കുറിച്ച് കർത്താവിന്റെ അപ്പോസ്തലൻ പറയുകയാണ്, ഹെബ്രായർ 11:11, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായാധികം കവിഞ്ഞിട്ടും അവൾ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ പ്രാപിച്ചു. അതായത് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നോ മാറ്റർ വാട്ട് ഏജ് യു ആർ, നോ മാറ്റർ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഗോഡ് ഈസ് ഏബിൾ ടു ഡു എ മിറക്കിൾ ഫോർ യു. ഈവൻ റൈറ്റ് നൗ, ടുഡേ ഹി ഈസ് ഏബിൾ ടു പെർഫോം എ മിറക്കിൾ ഫോർ യു. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി വീഡിയോ സന്ദേശങ്ങളൊക്കെ ആയിട്ട് അയച്ചു തരണം കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരും. എത്രയോ മനുഷ്യരെ ഈശോ സൗഖ്യമാക്കുന്നത്. കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ കർത്താവ് പകരുന്ന ആ സൗഖ്യം സ്വീകരിച്ചുകൊണ്ട് ഇത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ കരങ്ങളിലൂടെ അനേകായിരങ്ങൾ ഈശോനെ അനുഭവിച്ചറിയും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അനേകരെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയെങ്കിൽ സൗഖ്യമാക്കിയ നിങ്ങളിലൂടെ, സൗഖ്യം സ്വീകരിച്ച നിങ്ങളിലൂടെ അനേകർ സൗഖ്യമാക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു വിവാഹ തടസ്സം കുറെ നാളെ പ്രാർത്ഥിക്കുക, വിവാഹത്തിന് വേണ്ടി തടസ്സമാണ്. കർത്താവ് നിങ്ങൾക്ക് ബ്രേക്ക് ത്രൂ നൽകി കഴിയുമ്പോൾ നിങ്ങളിലൂടെ അനേകർ ഇതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരെ വിടുതലിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നതെന്ന് അതിനകത്ത് ദൈവം വിടുതൽ നൽകും. അതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഈശോയെ ആരാധന. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. എല്ലാവരിലും ഒരു സുവിശേഷകൻ, ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ഒരു വിളി നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ഏത് വിധത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതി ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ഇവിടെ നമ്മൾ കാണുക, എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഷഹാന എന്ന് പറഞ്ഞ ഒരു മുസ്ലിം സഹോദരി അയച്ച ഒരു സാക്ഷ്യമാണ്. ഈ വ്യക്തിക്ക് കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തി നമ്മൾ എഫെസോസ് 5:20 വചനത്തിന്റെ ആ ഒരു ക്ലാസിന്റെ സമയത്ത് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് സൗഖ്യം നൽകിയതിനായി നന്ദി. ഈശോ അവർക്ക് അത്ഭുതകരമായി ആ മുഴയെടുത്ത് മാറ്റി കർത്താവ് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. അവരുടെ കഴുത്തിലെ ആ മുഴ സൗഖ്യമായി. അവർ ഭയങ്കര ഒരു സാക്ഷ്യമാണ്. കാരണം എനിക്ക് നേരത്തെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഇവര് പറയാറ് ഇവർക്ക് വളരെ റെസ്ട്രിക്ഷൻ ഉണ്ട് വീട്ടിൽ. അപ്പൊ ആരും കാണാതെയൊക്കെ ടോയ്ലറ്റിൽ ഇരുന്നൊക്കെ ആയിരുന്നു ഇവര് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഒക്കെ. പക്ഷെ ഇതൊരു ലിറ്ററലി ഒരു അടയാളം, ആ കുടുംബത്തിന് മുഴുവൻ ഒരു അടയാളമായി ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഇപ്പൊ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ കാണിച്ചു കൊടുത്തു യേശു സൗഖ്യമാക്കിയതെന്ന് പറഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും ഇപ്പം പറയുന്ന രീതിയിൽ ഒരു അടയാളം ദൈവം അവരുടെ ജീവിതത്തിൽ നൽകി. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇതുപോലൊരു അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ, ഇതുപോലൊരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ. വേറുള്ളവരോട് പറയും ഇത് എന്റെ കർത്താവ് ചെയ്ത കേട്ടോ, ഇതൊരു ഫെയറി ടൈലൊന്നുമല്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതം. വിശ്വസിച്ചു കർത്താവ് ചെയ്യുവാൻ. ഇപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഷഹാനിക്ക് കൊടുത്ത പോലെ എനിക്കും ഒരു സൗഖ്യം കർത്താവെ തരണേ. ഷഹാനിക്ക് കൊടുത്ത പോലെ എനിക്കും സാക്ഷ്യം പറയുവാൻ ദൈവമേ എനിക്കും ഒരു ജീവിതത്തിൽ ഒരു അത്ഭുതം തരണം എന്ന് പ്രാർത്ഥിച്ച് ഇപ്പം തന്നെ പ്രാർത്ഥിച്ച് ഈശോ അത്ഭുതം ചെയ്യും. ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവെ ഈ മക്കൾ വിശ്വാസത്തോടെ നിമിഷം പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ഈശോയെ അങ്ങയുടെ അത്ഭുതം അവരുടെ ജീവിതം നടക്കട്ടെ.
വലിയൊരു മിറക്കിൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇവരുടെ സൗഖ്യം കണ്ട്, ഇവരുടെ ജീവിതത്തിലെ അത്ഭുതം കണ്ട് അനേകർ ഈശോയിലേക്ക് കടന്നു വരുവാനിടയായി തീരട്ടെ. അങ്ങനെ ഇവരിലൂടെ അനേകർ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയുവാനിടയായി തീരട്ടെ. അന്ധകാരത്തിൽ കിടക്കുന്ന അനേകം മനുഷ്യർ വലിയ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവെ ഇവർ മുഖാന്തരമായി ദൈവം ഒരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ സ്പർശിക്കണമേ, സൗഖ്യമാക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. രോഗമുള്ള ഭാഗത്ത് കരം വെച്ച് ഈശോയെ അവിടുന്ന് സൗഖ്യം നൽകിയതിനായി നന്ദി എന്ന് പറഞ്ഞേ. എന്റെ ഈശോയെ അവിടുന്ന് എനിക്ക് സൗഖ്യം നൽകിയതിനായി നന്ദി. താങ്ക് യു ലോർഡ് ഫോർ ഹീലിംഗ് മീ. താങ്ക് യു ലോർഡ് ഫോർ ഹീലിംഗ് മീ. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴെന്നറിയോ? നമ്മുടെ ഹൃദയത്തിൽ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും എനിക്ക് വേണ്ടി മുഴുവനും ഈശോ പൂർത്തീകരിച്ചു. ബലിയായി നൽകിയതിലൂടെ, ബലിയായി തീർന്നതിലൂടെ, ഈശോ ക്രൂശിൽ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ എനിക്ക് വേണ്ടത് മുഴുവനും ഈശോയുടെ ബലിയിലൂടെ എനിക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. ഹി പെയ്ഡ് ഇറ്റ് ഓൾ. എല്ലാം എനിക്ക് വേണ്ടി നൽകി എന്നൊരു വ്യക്തി വിശ്വസിച്ച് ഹൃദയത്തിൽ നിന്ന് കർത്താവെ നന്ദി എന്ന് പറയുന്ന നിമിഷം കർത്താവിന്റെ അത്ഭുതകരം നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിൽ കർത്താവിന്റെ വിടുതലുകൾ നടക്കും. ഇപ്പൊ ഒന്ന് പറഞ്ഞ എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ എല്ലാം പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ദാറ്റ് ലോർഡ്. ഐ ബിലീവ് ഇൻ യു ജീസസ്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു കർത്താവേ. തകർന്ന മനുഷ്യർ നെഞ്ചോട് കരം ചേർത്ത് വെച്ച് ഈശോയുടെ ആ സ്നേഹത്തെ റിസീവ് ചെയ്താട്ടെ. ഈശോയുടെ ആ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് റിസീവ് ചെയ്യാം. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അരികിലുണ്ട്. ജീസസ് ഈസ് സോ ക്ലോസ് ടു ദ ബ്രോക്കൺ ഹാർട്ടഡ്. തകർന്ന മനുഷ്യർക്കരികിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ ഒന്ന് ഓർത്ത് നോക്കി, ആ ഷഹാനയുടെ ജീവിതം ഓർത്ത്. നിങ്ങൾക്ക് ടോയ്ലറ്റിൽ ഇരുന്നോണ്ടായിരുന്നു പ്രാർത്ഥന അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, ആരും കാണാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് പബ്ലിക്കിൽ ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ പബ്ലിക്കിൽ പറയല്ലേ, പേടിയാന്നൊക്കെ പറഞ്ഞു. ഈ കൊച്ചു സാക്ഷ്യം കിട്ടിയപ്പോഴത്തേക്കും ഇത് പറഞ്ഞോളാൻ പറഞ്ഞു. ഇതെത്രയോ മനുഷ്യരാന്ന് പറയും, നൂറുകണക്കിന് മനുഷ്യർ. അവർക്ക് ഒരു റിട്രീറ്റ് സെന്ററിലോ പള്ളികളിലോ ഒന്നും അവർക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. അവർക്ക് ടി വി പോലും കേൾക്കാം. അവർ ഫോണും എടുത്ത് ടോയ്ലറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും രഹസ്യമായിട്ടിരുന്നൊക്കെ പ്രാർത്ഥന കൂടും. അത്രമാത്രം തകർന്ന മനുഷ്യർക്കരികിലേക്ക് എൻ്റെ കർത്താവിന്റെ സാന്നിധ്യത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ടോയ്ലറ്റിന് ഇരുന്ന് കണ്ണുനീരോടെ ഒരു വീഡിയോ, ഒരു ഫോൺ എടുത്തു വെച്ച് പ്രാർത്ഥന കൂടി ഒരു വ്യക്തിയുടെ ശരീരത്തിലെ മുഴയെ കർത്താവിന് എടുത്തു മാറ്റാൻ സാധിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി അവന് പ്രവർത്തിക്കാൻ പറ്റത്തില്ലേ? നീറിപ്പുകയുന്ന നിന്റെ വിളികൾ, നിന്റെ പ്രാർത്ഥനകൾ അവന്റെ സന്നിധിയിൽ എത്തുന്നുണ്ട് സഹോദരങ്ങളെ. കർത്താവിന് നിന്റെ വേദന അറിയാം, കർത്താവിന് നിന്റെ നൊമ്പരങ്ങൾ അറിയാം, കർത്താവിന് നിന്റെ തകർച്ചയെ അറിയാം. എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവ് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയതിനാൽ, കർത്താവ് തകർച്ചകളിലൂടെ കടന്നുപോയതിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ, തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ, വേദനയിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും. ഈശോയ്ക്ക് സാധിക്കും. ഈശോയ്ക്ക് സാധിക്കും. ഇവിടെ സത്യമായിട്ട് ഒരു കാര്യം പറയട്ടെ, കർത്താവിന്റെ ആത്മാവാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അടുത്ത് വന്ന് നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയോ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ കുറച്ചൊക്കെ നിങ്ങൾ പറയും ആ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടാന്ന് പറയും. ഇത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തിരുന്നാണ് നമ്മളെല്ലാവരും ഈ ലൈവിൽ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത്. ടോയ്ലറ്റിൽ ഇരുന്ന് മനുഷ്യര് വേദനയോടെ കൂടുന്നു. തകർന്ന മനുഷ്യർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈവിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ബ്രേക്കിലിരുന്ന് ലൈവിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നതിന് അടയാളമാണിത്. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയ്ക്ക് മഹത്വം, ഈശോയ്ക്ക് മഹത്വം. എത്ര വലിയ പ്രശ്നങ്ങളാകട്ടെ അതിനകത്ത് കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും. ഷേർലി എന്ന് പറഞ്ഞൊരു സഹോദരി, ഷേർലി അബുദാബിയിൽ നിന്ന് ഷേർലി പറയുകയാണ്, കുടുംബത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റി. സാമ്പത്തിക തടസ്സങ്ങൾ എടുത്തു മാറ്റുവാൻ കർത്താവിന് സാധിക്കും. സാമ്പത്തികമായ തടസ്സങ്ങൾ എടുത്തു മാറ്റുവാൻ കർത്താവിന് സാധിക്കും. ചിലപ്പോൾ ചിലർക്ക് വരവിൽ കവിഞ്ഞ സാമ്പത്തിക ബാധ്യതയായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇവർക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതായത് ഹസ്ബൻഡിനും വൈഫിനും ഉന്നതമായ ജോലിയാണ്, ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലിയാണ്. പക്ഷെ അവരുടെ കടമെന്ന് പറഞ്ഞാൽ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു,
ഒരു ഹോട്ടൽ ബിസിനസ്സാണ്. ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ടപ്പുറത്ത് ഒരു ചൈനക്കാരനും വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പുറത്തൊരു വേറൊരു ലെബനോനിലോ വേറൊരു ലെബനീസ് ടേക്ക് അവേ എന്തോ ഒരു സംഭവം കൂടെ വന്നു. ഇവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ഡൗൺ ആയി. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടത്തിയതാണ് ഓസ്ട്രേലിയയിൽ. കംപ്ലീറ്റ്ലി തകർന്ന് തരിപ്പണമായി. ഉന്നതമായ ജോലി, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലിയുള്ള വലിയ സാമ്പത്തികമായിട്ട് വരുമാനമുള്ള 2 പേര്. പക്ഷെ അവർക്ക് കിട്ടുന്ന പൈസയെക്കാളും കൂടുതലാണ് അവരുടെ കടം. തകർന്ന തരിപ്പണമായിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ സ്ഥലത്ത് ചെന്ന്, അവരുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് നൽകിയൊരു വചനം 1 തെസ്സലോനിക്കർ 5:17 അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വചനമാണ് കർത്താവ് നൽകുന്നത്. എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അപ്പൊ അവരെന്നെ നോക്കിയിട്ട് പറഞ്ഞു, ബ്രദറെ, ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഈ ഒരു വചനം എങ്ങനെ അപ്ലൈ ആകുന്നത്? ഞങ്ങളിപ്പോൾ ഇതുപോലെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോലെ എങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റും? എങ്ങനെ നന്ദി പറയാൻ പറ്റും? എങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റും? ശരിയല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ 8 ലക്ഷം രൂപയാണ് മാസം കടം. അവിടുത്തെ ബിൽഡിങ്ങിന്റെ ടാക്സും വാടകയും അതും ഇതും എല്ലാം ആയിട്ട് ജോലിക്കാർക്കെല്ലാം കൊടുത്ത് ഇവർക്ക് നിൽക്കാൻ മേലാത്ത അവസ്ഥയാണ്. വലിയ ഫാമിലി, ഇവർക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥനയിൽ മുഴുകുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് ഓർത്തെടുക്കാവോ? ഒരു ബുക്ക് എടുത്ത്, ഒരു പേപ്പർ എടുത്ത് നിങ്ങളൊന്ന് എഴുതുക. നിങ്ങൾ ഓസ്ട്രേലിയ വന്നു, നിങ്ങൾക്ക് ഇവിടെ പരീക്ഷ, വൈഫ് എക്സാം ഒക്കെ ക്ലിയർ ചെയ്തു, പിന്നെ ആ ജോലി വിട്ട് വേറെ എമിഗ്രേഷൻ ജോലി കിട്ടി, പിന്നെ ഹസ്ബൻഡിന് വലിയ ഉന്നതമായ ജോലി കിട്ടി, മെക്കാനിക്കൽ ഫീൽഡിൽ എന്തോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കുക, മൊത്തം എഴുതി വെക്കുക. അപ്പോൾ ഇവർ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരുപാട് പേപ്പറുകളുണ്ട്. പിന്നീട് ഞാൻ ചെന്നപ്പോൾ ഇവരെന്നെ വായിച്ച് കേൾപ്പിച്ചു, ദൈവം ഇത്രയൊക്കെ കാര്യങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും അത്ഭുതം ദൈവം ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ബ്രദറെ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരുമല്ലേ, അപ്പം ഞങ്ങൾക്ക് നന്ദി പറയാനൊക്കെ വിട്ടുപോകും. ഞങ്ങൾ അടുത്ത പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മൾ പലപ്പോഴും നമുക്കും പറ്റുന്നൊരു പറ്റ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നന്ദി പറയാൻ മറന്നിട്ട് നമ്മൾ അടുത്ത പ്രശ്നത്തിലേക്ക് അപ്പോഴേ ഫോക്കസ് ചെയ്തു. മകളുടെ കല്യാണം നടക്കാനായിരുന്നു വിഷയം, പ്രാർത്ഥനാ വിഷയം. കല്യാണമൊക്കെ നടന്നു, അപ്പോഴേ അടുത്ത പ്രാർത്ഥനാ വിഷയം വന്നു, മകൾക്ക് കൊച്ചുണ്ടാകണം. അടങ്ങി അതിലേക്കാണ് അടുത്ത ഫോക്കസ്. പക്ഷെ കല്യാണം നടന്നതിനായിട്ടൊരു നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ആ നന്ദി പറഞ്ഞ്, അല്ലെങ്കിൽ 10 പേരോട് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ചെയ്തു തന്നാ കേട്ടോ എന്നൊരു സാക്ഷ്യം നമ്മൾ പറയുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം ദൈവം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ സാക്ഷ്യമായിട്ട് പറയുക. നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ ഒന്ന് പാടി പുകഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തി പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ വളരെ അതിൽ പോസിറ്റീവായിട്ട് എടുത്ത് അവരങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിച്ചു, ബ്ലസ്ഡ് ആക്കി. ആദ്യം അവർക്ക് ഭയങ്കര, എന്നോട് ആദ്യം സംസാരിക്കും ഇവർ പറഞ്ഞത് ചൈനക്കാരൻ എന്തോ കൂടോത്രം വെച്ചതാണ്, ഇപ്പുറത്തെ അറബിയോ ലെബനോൻകാരനാണ്ട് മന്ത്രവാദം ചെയ്ത് വെച്ച എല്ലാം തകിടം മറിയുകയെന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ സ്ഥലത്ത് ഇവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ബിസിനസ് തഴച്ചു വളർന്നു, അവർ അനുഗ്രഹിക്കപ്പെട്ടു. ഈ പറഞ്ഞ 2 കട, ഒരു കട പൂട്ടിപ്പോയി, മറ്റേ കടയേക്കാളും ഇരട്ടി ബിസിനസ് ഇവർക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലൊരു വലിയ പവറുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിനൊരു വലിയ ശക്തിയുണ്ട്. ഇത് സാക്ഷ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, വെറുതെ ചുമ്മാ എന്തെങ്കിലും പറയും. ഇത് സാക്ഷ്യങ്ങൾ, ലിറ്ററലി മനുഷ്യരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എത്രയോ തവണ ഈശോ ഇടപെട്ടിട്ടുണ്ടല്ലേ? ഈ ശുശ്രൂഷയിലൂടെയാകാം, നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാകാം, ഇതെല്ലാം എഴുതി വെച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. ചെറിയ കാര്യമായിരിക്കും, കർത്താവിന് നമ്മൾ മഹത്വം നൽകുമ്പോൾ, ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് നേരം ലൈവ് നിൽക്കാൻ സമയമില്ല, കാരണം പള്ളിയിലൊരു ശുശ്രൂഷയുണ്ട്, ഒരു റിട്രീറ്റിലൊരു ടോക്ക് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നത്തെ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണേ. എന്നോട് ഫാദർ കെവിൻ മഗ്യൂൻസ് ഉണ്ട്. അപ്പം ഞാനൊരു ഷെയറിംഗ് ഉണ്ട്, ഒരു വേർഡ് ഓഫ് ഗോഡ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, ദൈവനാമം മഹത്വപ്പെടുവാനിടയായി തീരട്ടെ. അപ്പോൾ അതിന് 23-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുക, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ.
അപ്പം നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിശുദ്ധീകരണം ദൈവം അയക്കും. വലിയൊരു വിശുദ്ധീകരണം. അപ്പം ഇവിടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. അത് മാത്രമാണ്. സന്തോഷത്തോടു കൂടി ആയിരിക്കുക. കാരണം ഇന്ന് നേരിടുന്ന പ്രശ്നം തീർച്ചയായും നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് വിശ്വസിക്കുക. എത്ര വലിയ ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണെങ്കിലും ദൈവത്തിന് അത് സാധ്യമാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ആയിരിക്കുക. കർത്താവിനോട് ഇടപെടാതെ കർത്താവുമായിട്ട് സംഭാഷണത്തിൽ, പ്രാർത്ഥനയിൽ, ഫെലോഷിപ്പിലായിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുക. ചിലപ്പോൾ ഇന്ന് ലൈഫിൽ ഒരു വലിയ പ്രശ്നമായിരിക്കും, പക്ഷെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത കാര്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിശുദ്ധീകരണം നടക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. സമാധാനത്തിന്റെ ദൈവം. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സമാധാനം ഉള്ളിൽ നിറയും. ഞാൻ എന്നാ ഹോട്ടൽ നടത്തുന്ന അവരോട് ഞാൻ പറഞ്ഞ ഇങ്ങനെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, കടമൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. അവരോട് ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ബ്രദറെ, ഞങ്ങൾക്ക് കുറേ നാളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാം താറുമാറാകത്തില്ലേ? ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവിന്റെ കയ്യിലോട്ട് ആ പ്രോബ്ലം ഒന്ന് കൊടുക്കാനേ. നമ്മുടെ നിന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോബ്ലം കർത്താവിനങ്ങ് വിട്ടുകൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കർത്താവ് കൃപ നൽകും. പിന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധീകരണം ഇവിടെ ആ വിശുദ്ധീകരണം പൂർണ്ണമാണ്. സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. പൂർണ്ണമായി വിശുദ്ധീകരിക്കും. ആ വിശുദ്ധീകരണത്തിന്റെ അപ്പുറം വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളുമാണ്. വലിയ നന്മകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കും ഇടയാകട്ടെ. വികലമായിരിക്കട്ടെ എന്നല്ല, അവികലവും പൂർണ്ണം, കംപ്ലീറ്റ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിടുതൽ നിങ്ങൾക്ക് കിട്ടണം തന്നെയാണ് ഈശോയുടെ ആഗ്രഹം. കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. വിടുതൽ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടായിരിക്കണം. യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ 3 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് ആരോഗ്യം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് വാങ്ങിയത്. യെശയ്യാ 53:5 നമ്മൾ കാണുന്നു, ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അറേബ്യൻ നാടുകളിൽ, നിങ്ങൾ മിഡിൽ ഈസ്റ്റിലാണ്, നിങ്ങളുടെ ശരീരത്തിൽ വലിയ പ്രയാസമാണ്, നിങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റാത്ത, ശരീരത്തിൽ എന്തോ ട്യൂമറുകൾ പോലെ ഭയങ്കരമായ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. നിങ്ങൾ ഈ നിമിഷം സ്ക്രീനിലോട്ടൊന്ന് കരം നീട്ടിക്കുക. ഇപ്പോൾ തന്നെ കർത്താവിന്റെ ശക്തി നിങ്ങളിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. ഈശോയുടെ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ നിമിഷം വ്യാപരിക്കുന്നു. ആൽഫ്രഡ് എന്നൊരു പേര് ഈശോ എടുത്തു കാണിക്കുന്നു. ആൽഫ്രഡിനെ കർത്താവ് ഈ നിമിഷം സൗഖ്യമാക്കുന്നു. ഷൈമോളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നു. ഷൈമോളുടെ നിയോഗങ്ങളിലേക്ക് ഈശോയുടെ കരുണ ഈ നിമിഷം അയക്കപ്പെടുന്നു. ഷൈമോളുടെ നിയോഗങ്ങളിലേക്ക് ഈശോയുടെ കരുണ ഈ നിമിഷം അയക്കപ്പെടുന്നു. ബ്ലേഡുകാരാൽ ഭാരപ്പെടുന്ന വർഗീസ് എന്ന് പറഞ്ഞൊരു സഹോദരന് ദൈവം അത്ഭുതകരമായ വഴികൾ ബിസിനസ് മേഖലയിൽ തുറക്കുന്നതായിട്ട് കർത്താവ് ഒരു സന്ദേശം നൽകുന്നു. ബ്ലേഡുകാരാൽ ഭാരപ്പെടുന്ന ഒരു മനുഷ്യൻ, ബ്ലേഡുകാർ നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി നിങ്ങൾ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. മക്കളോടോ ജീവിത പങ്കാളികളോട് പോലും പറയാതെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കുന്ന വർഗീസ് എന്ന് പറഞ്ഞ സഹോദര, നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ വഴി തുറക്കും. ആരും നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനില്ലായിരിക്കും, പക്ഷെ യേശു തന്നെ നേരിട്ടിറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കരുത്. യേശു നേരിട്ടിറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. കണ്ണുനീരോടെ സഹോദരങ്ങളെ, നിരവധി പേര് ചിലപ്പോൾ മെസ്സേജ് അയക്കാറുണ്ട്. ആത്മഹത്യ, വീട്ടിലുള്ള മക്കളോടോ ജീവിത പങ്കാളിയോടോ ആരോടും പറയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഇപ്പം ജീവിതം അവസാനിപ്പിക്കും കേട്ടോ ബ്രദറെ എന്ന് പറഞ്ഞ് എത്ര പേരെ മെസ്സേജ്. ഞാൻ ദൈവം ഈ നമ്മുടെ നാട്ടിൽ എന്തോരം വചനപ്രഘോഷകരും പള്ളിയും ഇത്രയും സെറ്റപ്പ് ഉണ്ടായിട്ട് ആരും ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനില്ലേ, ഞാനിങ്ങനെ ചിലപ്പം വിഷമിച്ചു പോകാറുണ്ട്. കാരണം അതുപോലെ മനുഷ്യർ ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുക. ചില ദിവസങ്ങളൊക്കെ 5-6 പേര് ആത്മഹത്യയിൽ നിന്ന് വിടുതൽ കിട്ടിയവർ സാക്ഷ്യം പറയാറുണ്ട്. ലാസ്റ്റ് മൊമെന്റിൽ കർത്താവിന്റെ ഒരു ഇടപെടൽ നടന്ന് അവരെ കർത്താവ് അതിൽ നിന്ന് പിന്മാറ്റി, അതിൽ നിന്ന് പുറകോട്ട് വലിച്ച് ദൈവം വിടുതൽ നൽകി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അവരുടെ ജീവിതത്തിൽ. വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും കർത്താവിന് ഇടപെടുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇനി വചനം നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. 3 യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വാക്യം, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും
നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. എന്ന് സ്വീകരിച്ച് ഈ വചനത്തെ ഞാൻ ഈശോയെ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ ആത്മാവിലേക്കും എൻ്റെ ശരീരത്തിലേക്കും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ. ഈ വചനത്തെ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ ആത്മാവിലേക്കും എൻ്റെ ശരീരത്തിലേക്കും ഞാൻ സ്വീകരിക്കുന്നു. 3 യോഹന്നാൻ 1:2. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ. നീ വചനം കേൾക്കുമ്പോൾ ആത്മാവിന് വലിയ സൗഖ്യം നടക്കുക. നമ്മുടെ ആത്മാവിൽ വലിയ സൗഖ്യം ഓരോ തവണ വചനം കേൾക്കുമ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൗഖ്യം നമ്മളെ എങ്ങോട്ടാ വഴി നടത്തുന്നത്? ജീവിതത്തിൽ വലിയ ഐശ്വര്യം ലഭിക്കും. നിനക്ക് ഐശ്വര്യമുണ്ടാകും, നീ ആരോഗ്യവാനായിരിക്കും. അപ്പോൾ ദൈവവചനം കേൾക്കുന്ന ഒരിക്കലും നഷ്ടമല്ല. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഈശോയുടെ സ്നേഹവും സമാധാനവും നമ്മുടെ ആത്മാവിൽ നിറയുക. നമ്മുടെ ആത്മാവിൽ വലിയ സൗഖ്യം ആദ്യം ലഭിക്കുമ്പോൾ ആ സൗഖ്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ ശരീരത്തിലും റിഫ്ലക്റ്റ് ആകുന്നതെന്ന് കർത്താവിന്റെ വചനം നമുക്ക് നൽകുന്നൊരു മെസ്സേജ് അതല്ലേ. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ സാക്ഷ്യങ്ങളൊന്നും വായിക്കാൻ ഇന്ന് നേരമില്ല, പക്ഷെ കുറെ സാക്ഷ്യങ്ങളും കൂടെ വായിക്കാം. അതിലൊരു വ്യക്തി ജോസി ജെയിംസിന് ഉദരസംബന്ധമായ രോഗം സൗഖ്യമായി. അപ്പം ഇന്ന് ഉദരസംബന്ധമായ രോഗമുള്ളവരെ ഉദരത്തിൽ ഒന്ന് കരം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവ് ഈശോയെ ജോസിക്ക് സൗഖ്യം നൽകി. ഈശോയെ എന്റെ ഉദരസംബന്ധമായ രോഗങ്ങളെ നീ സൗഖ്യമാക്കണമേ. ജോസിയെ സൗഖ്യമാക്കിയ കർത്താവിന് എനിക്കും സൗഖ്യം നൽകുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുള്ള മക്കളെ ഇപ്പോൾ തന്നെ അവിടുന്ന് സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്നു, അവിടുന്ന് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഒരുപാട് മക്കള് വിസ തടസ്സം അനുഭവിക്കുന്നവർ കർത്താവ് വിസ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേര്. ഒരു മനുഷ്യൻ, അദ്ദേഹം, ഞാൻ സാക്ഷ്യം പറയണമെന്ന് അദ്ദേഹത്തിന് മെസ്സേജ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ശിവപ്രസാദ് എന്ന് അദ്ദേഹത്തിന്റെ പേര്. പൈൽസ് ഫിസ്റ്റിലെ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്നിട്ട് മരുന്ന് മേടിക്കാൻ പോലുമുള്ള ഒരു പൈസ ഇല്ല, ഓപ്പറേഷനുള്ള പൈസ ഇല്ല, മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, ഭയങ്കര വണ്ടിക്കൂലിക്ക് പോയി ഭയങ്കര ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ഒരാള് വന്ന സമയത്ത് അവര് ഒരിക്കൽ പ്രയറിൽ അവര് ഫോണിൽ കൂടെ ഈ വ്യക്തിയെ പ്രയർ കൂടിപ്പിക്കുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യമായിട്ട് അദ്ദേഹം എഴുതി മെസ്സേജിൽ അയച്ചായിരുന്നു. ടോയ്ലറ്റിൽ പോകാൻ 1.5 മാസമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് പ്രയറിൽ സൗഖ്യം തന്നു. കർത്താവ് സൗഖ്യം കൊടുത്തു. ഒന്ന് ഓർത്ത് നോക്കി ആ മനുഷ്യന്റെ അവസ്ഥ. തകർന്ന മനുഷ്യനല്ലേ, ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചൊന്നും നമുക്ക് പലപ്പോഴും ബോധ്യമില്ല. ചില മനുഷ്യരുണ്ട്, ഒരു തുള്ളി ഭക്ഷണം, ഒരു എന്താ പറയുക, ഭക്ഷണം പ്രോപ്പറായിട്ട് ഇറക്കാൻ പറ്റാത്ത മനുഷ്യർ, വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാൻ പറ്റാത്ത മനുഷ്യർ, ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത മനുഷ്യർ, തകർന്ന മനുഷ്യർ, അവർക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത മനുഷ്യർ, അങ്ങനെയുള്ളവരൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ പറയും, അദ്ദേഹം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു, പേര് പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് കർത്താവ് സൗഖ്യം കൊടുത്തു. ആ പ്രയർ കഴിഞ്ഞ് പിന്നീട് ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല, ടോയ്ലറ്റ് കർത്താവ് സൗഖ്യം കൊടുത്തു, മിറക്കിൾ ചെയ്തു, ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്ന് വിശ്വസിക്കുക. ദ സെയിം മിറക്കിൾ ക്യാൻ ഹാപ്പൻ. മിറക്കിൾ ഒരിക്കലും ചിന്തിക്കരുത്, നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടല്ല, നമ്മൾ ഹൃദയം നുറുങ്ങിയവർക്കരികില കർത്താവിന്റെ അത്ഭുതം കടന്നു വരുന്നത്. ഇന്ന് എളിമയുള്ള ഹൃദയത്തോടെ ഒരു മനുഷ്യൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് കടന്നു വരും, ഇടപെടും. പക്ഷേ കർത്താവെ, ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായത്. അതായത് ആദ്യമായിട്ടൊരു പ്രയർ മീറ്റിങ്ങിന് വന്ന ഒരു വ്യക്തിക്ക് ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്തു. എന്നാൽ 10-15 വർഷമായിട്ട് പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അതേ അസുഖമുള്ള വ്യക്തിക്ക് അത്ഭുതം കിട്ടിയില്ല. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ സാക്ഷ്യം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് വന്ന് ചോദിച്ചു, അതായത് ഈ പ്രാർത്ഥനയുള്ള വ്യക്തി എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്നെ എനിക്ക് സൗഖ്യം നൽകാതിരുന്നത്. അപ്പം കർത്താവ് എന്നോട്, ആ മനുഷ്യനോട് ചോദിക്കുക ഒരു ചോദ്യം ചോദിച്ചു, അനീഷിന് എത്ര മാർക്ക് നീ കിട്ടു 10-ൽ? അപ്പം പുള്ളി ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ പറഞ്ഞേ. പക്ഷേ വാസ്തവ പിന്നീട് പുള്ളിനോട് പറഞ്ഞ്, അദ്ദേഹം പ്രെയർ അറ്റൻഡ് ചെയ്തപ്പം തന്നെ അദ്ദേഹം എന്നെയും വേറുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 10-ൽ ഇവൻ എത്ര കൊടുക്കാം? 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, ആനമുട്ട കൊടുക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ പ്രെയർ മീറ്റിങ്ങിന് വരുന്ന മാർക്ക് ഇടാൻ വേണ്ടി, നമ്മളിങ്ങനെ ചില ഈ കോമ്പറ്റീഷനൊക്കെ പോയിരിക്കുമ്പോൾ ചില ആൾക്കാർ ജഡ്ജിമാരായിട്ടിരിക്കുകയില്ലേ, അതുപോലെ ഇരുന്നിട്ട് ഇങ്ങനെ മാർക്ക് ഇടും. ഈ വ്യക്തിയുടെ ശുശ്രൂഷ കുഴപ്പമില്ല, ഇന്നയാളുടെ ശുശ്രൂഷ കുഴപ്പമില്ല. അപ്പൊ ആ ജഡ്ജ്മെന്റൽ സ്പിരിറ്റില് ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള ബോധ്യത്തിൽ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഒരു ബോധ്യമാണ് വാസ്തവത്തിൽ ഈശോ എടുത്തു മാറ്റണമെന്ന് യഹൂദരോട്, ജൂതന്മാരോട് ഏറ്റവും അധികം പറഞ്ഞത്. നിങ്ങൾക്ക് ആ ഒരു സംഭവം അവിടെ നിൽക്കുമ്പോൾ എളിമ ലഭിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇടപെടലിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതായത് ജൂതന്മാരുടെ പ്രശ്നം തന്നെ, അവർക്ക് ബൈബിൾ അരച്ച് കലക്കി കുടിച്ചേക്കുവാ പഴയ നിയമം. അവർക്ക് പാണ്ഡിത്യമുണ്ട്,
അവർക്ക് വലിയ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പൗലോസ്ലീഹ ആകുന്നതിന് മുമ്പ് ഫരിസേനായിരുന്നു അല്ലേ സാവൂളിന് മതപണ്ഡിതനാണ്. യേശുവിനെ പക്ഷേ ഇഷ്ടമില്ല. കാരണം എന്താ? യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിന് എപ്പോഴും ഒരു മതാന്തത, ഒരു പർട്ടിക്കുലർ സംഭവം കാരണം അവർക്ക് ആ ഒരു മതാന്തതയല്ല, അതിനപ്പുറമായിട്ട് എന്താ പറയുന്നത്, ഹൃദയം കഠിനപ്പെട്ട ഒരവസ്ഥ. ഹൃദയം കഠിനപ്പെട്ടു പോയൊരു വ്യക്തിക്ക്, ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര പ്രാർത്ഥനക്കാരുമായിരുന്നു. പ്രാർത്ഥനക്കാരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. യേശുവിന്റെ അത്ഭുതങ്ങൾ മുഴുവൻ നടക്കുന്നത് സാധാരണക്കാരുടെ ഇടയിലോട്ടാണ്. അവരാണെങ്കിൽ വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്തവരാണ്. പക്ഷെ അവര് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനെ ശിശുസഹജമായ ഹൃദയത്തോടെ അവരങ്ങ് റിസീവ് ചെയ്തു. ഇതാണ് അത്ഭുതം നടക്കാനുള്ള സീക്രട്ട്. അതാണ് യേശു പറഞ്ഞത്, ശിശുക്കളായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. അതായത് ഒരു ശിശുവിനെ പോലെ ഇവരുടെ ഇപ്പൊ ഈ സാക്ഷ്യമൊക്കെ കേട്ടില്ലേ, ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ എനിക്ക് യേശുവിന് പറ്റും. വിശ്വാസം. ഇവരെല്ലാം വിശ്വസിച്ച് സാക്ഷ്യം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതല്ലേ, സാധാരണ മനുഷ്യര്. അപ്പൊ അവിടെ നമ്മുടെ ആ പാണ്ഡിത്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ ഇന്നസെന്റ് ഒരു ശിശുവിനെ പോലെ നമ്മൾ വിശ്വസിക്കുന്ന നിമിഷം കർത്താവിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. അനില ഷിബുവിന് അനുഗ്രഹിക്കപ്പെട്ട ജോലി കർത്താവ് നൽകും. ശിശു സഹജമായ ഹൃദയത്തോടെ ഈ വാക്കുകൾ നമ്മൾ വിശ്വസിച്ച് അത്ഭുതകരമായ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ഷിബുസിനു സ്പെഷ്യൽ ഇന്റൻഷന് വേണ്ടി ഷിബുസിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഷിബുസിനുവിന്റെ ആ വിഷയത്തിനകത്ത് ഇടപെട്ടിരിക്കും. കർത്താവിന്റെ പ്രവൃത്തി അതിൽ സംഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിമിഷം പ്രാർത്ഥിക്കണം കേട്ടോ. ഡിപ്രഷനിലൂടെ കടന്നുപോയ എബിക്ക്, കിരണ്, ബിന്ദുവിന്, റിൻസിക്ക് ഒക്കെ കർത്താവ് സൗഖ്യം കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നൽകി. അവർ വല്ലാത്ത അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായിരുന്നു. ഭയങ്കര ഡിപ്രഷൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ജോലിക്കൊന്നും പോകത്തില്ല, അടച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അങ്ങനത്തെ അവസ്ഥകളിലുള്ള ഒരുപാട് മനുഷ്യർക്ക് ദൈവം കഴിഞ്ഞ ആഴ്ചകളിലെ ലൈവിൽ കൂടിയ ആ മക്കൾക്ക് ദൈവം അത്ഭുതകരമായ വിടുതലുകൾ നൽകി. ചിലവർക്ക് ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്ത് അവർക്ക് ഇന്റർവ്യൂ പാസ്, അവർ ജോലി വരെ പ്രവേശിച്ചു. അത്തരത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഗീവപ്പ് ചെയ്യരുത്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ യു. ജെറമിയ 29:11 വചനം ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളും ഈ വചനത്തെ റിസീവ് ചെയ്യണമേ. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ. നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിനുള്ള പദ്ധതി ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പദ്ധതി ദൈവം നിങ്ങൾക്കായി ഇട്ടിരിക്കുന്നു. ഗോഡ് ഹാസ് മെയ്ഡ് എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ പ്ലാൻ ഫോർ യു. എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് വായിക്കണം. God has a wonderful plan for me. God has a beautiful future for me. God's plan for me is greater. അതിനെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല, അതിനെ ആർക്കും താർക്കാം. ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നിങ്ങളത് പറയണം, നിങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങണം. ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്, വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു 17 വർഷം മുമ്പാണ്. അന്ന് ഭയങ്കര സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകുന്നൊരു സമയത്ത് കോട്ടയത്തൊരു കൺവെൻഷൻ നടക്കും. ആ കൺവെൻഷന് പോകാൻ വണ്ടിക്കൂലിയില്ല. കൺവെൻഷന് പോകാൻ ആ സമയത്തുള്ളൊരു പെട്ടെന്നൊരു ടൈറ്റ് വന്നതാണ്. എപ്പോഴും അങ്ങനെ പ്രശ്നം. നമുക്കൊരു നമ്മുടെ കാര്യത്തിൽ, വീട്ടിലെ കുറേ കാര്യത്തിനകത്ത് ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഡള്ളായിട്ട് നിന്ന്, ചിലപ്പോൾ വലിയ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ചായ മേടിക്കാനുള്ള പൈസ ഇല്ലാത്ത അവസ്ഥകൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വന്നിരിക്കും അല്ലേ. അപ്പം അതുപോലെ എനിക്ക് വണ്ടിക്കൂലിക്ക് അന്ന് എടുക്കാൻ പൈസ ഇല്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ ഉള്ളിൽ വലിയൊരു ആഗ്രഹം, ആ കൺവെൻഷൻ കൂടണം, ആ ധ്യാനം കൂടണം. ആ ആഗ്രഹം പുറത്ത് ഞാൻ 25 കിലോമീറ്റർ നടന്ന് ഞാൻ ആ കൺവെൻഷൻ കൂടാൻ പോയി. ആ കൺവെൻഷൻ കൂടാൻ പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നീ നോക്കരുത്, നീ വാ തുറന്ന് പറയണം, എന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഞാൻ പറഞ്ഞു പറയാൻ തുടങ്ങി. ഞാൻ ഓരോ സ്ഥലത്തും നടന്നു പോകുന്ന വഴിക്ക് ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോകും. ഞാൻ ലോകത്തിലെ ഓരോ രാജ്യങ്ങളിൽ ചെന്ന് കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കും. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു കോണ്ടിനെന്റിൽ നിന്ന് വേറൊരു കോണ്ടിനെന്റിലേക്ക് പോകും. ഞാൻ എൻ്റെ യേശുവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ചെറുതല്ല, എൻ്റെ യേശുവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. അതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം എനിക്ക് പദ്ധതി, എൻ്റെ ജീവിതത്തിന് മേൽ പദ്ധതി കിട്ടുന്നത് ദൈവമാണ്. ഗോഡ് ഹാസ് എ ബ്യൂട്ടിഫുൾ പ്ലാൻ ഫോർ മീ. ഗോഡ് ഹാസ് എ വണ്ടർഫുൾ പ്ലാൻ ഫോർ മീ.
God has a great plan for me. യേശുവേ ആരാധന. ഒരു വർഷം കഴിഞ്ഞ് ഞാനത് പറഞ്ഞു, ഒരു വർഷത്തിനകത്ത് കർത്താവിനെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അന്ന് കർത്താവ് ഈ സാക്ഷ്യങ്ങൾ അനേക സ്ഥലങ്ങളിൽ പറയിപ്പിച്ചു. അനേക സ്ഥലങ്ങളിൽ അനേക മനുഷ്യരുടെ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനെന്ന് ഉപയോഗിച്ചു. നമ്മൾ വിശ്വസിച്ച് പ്രസംഗിക്കുകയും വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ വഴികൾ ദൈവം നമ്മുടെ മുൻപിൽ തുറക്കും. ബിന്ദുവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, മാനസികമായ ആ പ്രശ്നം, അസ്വസ്ഥത, ഡിപ്രഷൻ കർത്താവ് സൗഖ്യം നൽകി. അതുപോലെ ഹരിപ്രിയ എന്ന് പറഞ്ഞൊരു ഹൈന്ദവ സഹോദരി, അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്ത വിധം വായിക്കാത്ത അൾസർ വന്ന് ബുദ്ധിമുട്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ദൈവം അത്ഭുതകരമായ സൗഖ്യം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ഒന്നോർത്തെ, വായിക്കാത്ത അൾസർ കാരണം ഭക്ഷണം ഇറക്കാൻ പറ്റത്തില്ല. മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ വായിക്കാത്ത അൾസറിന്റെ ആ ഇത് കണ്ടിട്ട് ഇവര് പല ആൾക്കാരുമായിട്ട് പല ഡോക്ടർമാർ ഇൻസ്പെക്ട് ചെയ്തെന്നത്, പല ഡോക്ടേഴ്സ് ഇൻസ്പെക്ട് ചെയ്തു. ഇതെന്നാ സംഭവം, ഇത് പിടികിട്ടുന്നില്ല, ഇനി വേറെ വല്ല രോഗമാണോ, ഇല്ല പുതിയ വൈറസ് കയറി വന്നതാണോ, അതുപോലെ വികൃതമല്ല, കുറേ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം ഇറക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ നിന്ന വ്യക്തിയുടെ ശരീരത്തിൽ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം അയച്ചു. വ്യാധികളെ സൗഖ്യമാക്കുന്നവനാണ് ദൈവം. ഈശോയുടെ ശക്തിക്ക് നാനാ വ്യാധികളെ സൗഖ്യമാക്കുവാൻ കഴിയും. ഈശോയുടെ ശക്തിക്ക് സോറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസസിനെ സൗഖ്യമാക്കുവാൻ സാധിക്കും. ഈശോയുടെ ശക്തിക്ക് ക്യാൻസറിനെ സൗഖ്യമാക്കുവാൻ സാധിക്കും. ഈശോയുടെ ശക്തിക്ക് ശരീരത്തിലെ മുഴകളെ സൗഖ്യമാക്കുവാൻ സാധിക്കും. ഈശോയുടെ ശക്തിക്ക് നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകുവാനും വിസ നൽകുവാനും സാധിക്കും. ഈശോയുടെ ശക്തിക്ക് കുടുംബത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ എടുത്തു മാറ്റുവാൻ സാധിക്കും. ഈശോയുടെ ശക്തിക്ക് ഡിപ്രഷനെ എടുത്തു മാറ്റുവാൻ സാധിക്കും. ഈശോയുടെ ശക്തിക്ക് നിങ്ങളുടെ ശരീരത്തിലെ സകല രോഗങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുവാൻ ഈശോയുടെ ശക്തിക്ക് സാധിക്കും. ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ മുഴുവൻ, ഇനി ഒരുപാട് സാക്ഷ്യങ്ങൾ വായിക്കാനുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം മുഴുവൻ ഈ സാക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. ഈ സാക്ഷ്യങ്ങൾ മുഴുവൻ ഡിക്ലെയർ ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ്, കർത്താവായ യേശു നിനക്ക് വേണ്ടി കാൽവരി മലമുകളിൽ സകലതും പൂർത്തീകരിച്ചു. പറഞ്ഞേ, എനിക്ക് വേണ്ടി എന്റെ യേശു കാൽവരി മലമുകളിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ ഇപ്പോൾ തന്നെ സംഭവിക്കും. ഇപ്പോൾ തന്നെ സംഭവിക്കും. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കും. നല്ല ഈശോയെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ സാക്ഷ്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവം ജീവനോടെ ഉണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അനേകരുടെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ചെങ്കിൽ കർത്താവെ, നിനക്ക് എന്റെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ കഴിയും. എനിക്ക് വേണ്ടിയും ഒരു അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും ഇന്ന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ യേശുവിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കരികിലേക്കും എബ്രായർ 11:11 വചനത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി കടന്നു വരികയാണ്. എത്ര ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആകട്ടെ, അതിനകത്തേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കടന്നു വരും. എബ്രായർ 11:11 എന്ന് നമ്മൾ കാണും, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിക്കുക. ഈശോയ്ക്ക് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഈശോയ്ക്ക് സാധിക്കും. ഹി ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവിന്റെ അത്ഭുതം നടക്കും. കൃപാസനത്തിൽ ഒരുപാട് മിറക്കിൾ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ സാക്ഷി, ഇത് വചനം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുള്ളവർ, ഫോളോ ചെയ്തിട്ടുള്ളവർ കഴിയും. അതായത് ഓരോ അത്ഭുതങ്ങളും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു, അത് സാക്ഷ്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അത് അനേകരുടെ സാക്ഷ്യത്തിന് കാരണമായി തീർന്നു. കാരണം കർത്താവിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിശ്വസിക്കുക. അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഇത് കർത്താവ് ഇടപെട്ടതാണ്. ആ വിശ്വാസം അനേകർക്ക് അത്ഭുതത്തിന് കാരണമാക്കി തീർത്തെങ്കിൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേ അത്ഭുതം ദൈവം ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. യേശുവേ ആരാധന. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവിന് സാധിക്കും. ഡു യു ബിലീവ്? 38 വർഷക്കാലം ഒരു കൊളക്കടവിൽ കിടന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗം ഓർക്കുന്നുണ്ടോ? അവിടെ ആ മനുഷ്യനോട് ഈശോ ചോദിച്ചു, ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നു? അവിടെ ജൂതന്മാരുടെ വലിയ പെരുന്നാള് ടൗണിൽ നടക്കുന്ന സമയമാണ്. സത്യത്തിൽ പെരുന്നാൾ നടക്കുമ്പോൾ കർത്താവ് അവിടെയല്ലേ പോകണ്ടേ? പക്ഷെ കർത്താവ് അങ്ങോട്ട് പോയില്ല. തകർന്ന് തരിപ്പണമായ ഒരു കൂട്ടം രോഗികളായ മനുഷ്യർ കിടന്നു ഒരു കൊളക്കടവിലേക്ക് ദൈവം വന്നത്. തകർന്ന അവസ്ഥയിലാണോ? നിനക്കരികിൽ ദൈവമുണ്ട്. ഇന്ന് നിന്നെ നോക്കി ദൈവം ചോദിക്കുക, ഡു യു ബിലീവ്?
ചിലപ്പോൾ നിന്റെ വിഷയം ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ മനുഷ്യൻ കർത്താവിനോട് പറയുക, കർത്താവ് ഞാൻ 38 വർഷമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാനിവിടെ ആ കുളത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ഒരു വിശ്വാസമായിരുന്നു, ആ വർഷത്തിലൊരിക്കലൊരു മാലാഖ വന്ന് ആ കുളത്തിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടും. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വേറൊരാൾ ഇറങ്ങുമോ, അവർക്ക് സൗഖ്യം കിട്ടുമോ? ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ആരോ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ കൃപാസനത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അത്ഭുതം നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ പോകാൻ പോലുള്ള ഒരു അവസരമില്ല, പൈസയില്ല, ബുദ്ധിമുട്ടാണ്. വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ഒരു സന്ദേശം നിന്നോട് ചോദിക്കും. നിന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി, നിനക്ക് വണ്ടിക്കൂലിയല്ല ഇല്ലാത്ത, പക്ഷെ യേശു നിന്നെ കണ്ണി നോക്കി നിന്നോട് ചോദിക്കുന്നു, ഡു യു ബിലീവ് ദാറ്റ് ഐ ആം ഏബിൾ ടു ഡു ദിസ് ഫോർ യു? നിനക്ക് വേണ്ടി ഈ അത്ഭുതം ചെയ്യുവാൻ ഞാൻ മതിയായവനാണ്, എനിക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പോൾ തന്നെ ആ മിറക്കൾ നിനക്ക് വേണ്ടി നടക്കും. ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ആ മിറക്കൾ സംഭവിക്കും. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ കർത്താവെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഇൻ യുവർ നെയിം ലോർഡ് ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്. യേശുവിന്റെ നാമത്തിൽ ആ അത്ഭുതം ആ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കുമായി അവിടുത്തെ അത്ഭുതം ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ആ ക്രിയേറ്റീവ് മിറക്കിൾസ് യേശുവിന്റെ നാമത്തിൽ. ഈശോയെ, അവിടുത്തെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനെ നന്ദി പറയുന്നു. വളഞ്ഞ അസ്ഥികൾ നേരെയാകുന്നതിനെ നന്ദി പറയുന്നു. വളഞ്ഞ അസ്ഥികൾ നേരെയാകട്ടെ ഈശോയുടെ നാമത്തിൽ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ ഈശോയുടെ നാമത്തിൽ. സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കണ്ണു കാണാൻ മേലാത്ത അവസ്ഥകൾ, കണ്ണുകൾക്ക് ജീവൻ, പുതുജീവൻ നൽകി കാഴ്ചകൾ നീ നൽകുന്നതിനെ നന്ദി പറയുന്നു കർത്താവേ. വലിയ സൗഖ്യം വെളിപ്പെടുന്നതിനെ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. പണ്ട് ഒരിക്കലും ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയില്ല. പക്ഷെ വളഞ്ഞ അസ്ഥി, കാലിങ്ങനെ ഇരുന്ന അമ്മച്ചിയുടെ കാലിങ്ങനെ നേരെയായിട്ട് വന്നു. ഇറ്റ്സ് എ മിറക്കിൾ അല്ലേ? മിറക്കിൾ, ഇറ്റ് ക്യാൻ ഹാപ്പൻ. ബിലീവ്, വിശ്വസിക്കുക. ഈശോയ്ക്ക് അത് ചെയ്യുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. വേറെ ഒന്നിനും നീ വിശ്വസിക്കുക. ഈശോയ്ക്ക് അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. നിന്റെ വിസ തടസ്സത്തിന് എടുത്തു മാറ്റുവാൻ ഈശോയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇന്ന് കേട്ട ഓരോ സാക്ഷ്യങ്ങളിലൂടെയും കർത്താവെ അവിടുത്തെ ആത്മാവ് പ്രവർത്തിച്ചല്ലോ. ദിസ് ഈസ് ഓൾ ആർ ടെസ്റ്റിമണീസ് ഓഫ് ദ മിറക്കിൾസ് ദാറ്റ് പ്രൂവ്സ് യുവർ existence and your wonderfulness, your goodness that is manifesting. അവിടുത്തെ അനന്തമായ ഗുഡ്നസ് ഞങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് അത്ഭുതങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നന്ദി പറയും. നിന്റെ കരങ്ങളിലുള്ളത് എന്താണോ അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. എപ്പോഴും ഓർത്തോളുക, വെറും 5 അപ്പം എടുത്ത് 5000 പുരുഷന്മാരെ 10,000 പോഷിപ്പിച്ചവനാണ് നിന്റെ ദൈവം. നിന്റെ ഇല്ലായ്മകൾക്കുള്ളിലേക്ക് ഒരത്ഭുതമായി കടന്നു വരുവാൻ കർത്താവിന് സാധിക്കും. കർത്താവിന് എന്നാ വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ഓർത്തെ, കർത്താവ് പലപ്പോഴും ഈ വിധവയുടെ ചില്ലിക്കാശിന്റെ കാര്യത്തെ കർത്താവ് പ്രൊമോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ആ ബാലകന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനിന്റെ കാര്യം കർത്താവ് പറയുന്നുണ്ട്. കർത്താവിന് സുവിശേഷ വേലയും കാര്യങ്ങളൊക്കെ നടത്തണം, വലിയ ബില്യനേഴ്സിനൊക്കെ കർത്താവിന് ഉപയോഗിക്കാം. പക്ഷെ കർത്താവ് എപ്പോഴും ഉണ്ടല്ലോ ചെറിയ സാധാരണ മനുഷ്യരുടെ, സാധാരണക്കാരുടെ ചെറിയ കാര്യത്തിലെ കർത്താവ് കയറി പിടിക്കുന്നത്. അതിനകത്ത് അതിനെ അങ്ങ് വലുതാക്കുക. ഇപ്പം നിന്റെ ലൈഫ് നിനക്ക് ഞാനൊരു ചെറിയ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനാണ്, എൻ്റെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നിന്റെ ആ സാധാരണ സംഭവത്തെ കർത്താവ് ഏറ്റെടുക്കുന്നത്. ബൈബിളിൽ കർത്താവ് അങ്ങനെ സാധാരണക്കാരുടെ ഇടയില മുഴുവൻ പ്രവർത്തിക്കുന്നത് അല്ലേ. വലിയ മതതീഷ്ണതയുള്ള അങ്ങനെയുള്ള വലിയ പാരമ്പര്യ ഫരിസേയ സദൂക്യരുടെ അടുക്കലൊന്നും, ലേവ്യരുടെ അടുക്കലൊന്നും, പണ്ഡിതന്മാരുടെ അടുക്കലൊന്നും വലിയ മിറക്കിൾസ് ഒന്നുമില്ല. 5 അപ്പവും 2 മീനുള്ള ആ ബാലകന്റെ മോനെ അയിഞ്ഞതാ, അതിഞ്ഞു കൊണ്ടുപോവാ, അതെടുത്ത് കർത്താവ് ഒരു മിറക്കിൾ അവിടെ ചെയ്യുക. ആരും പ്രൂവ് ചെയ്യാനല്ല, തകർന്ന മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുവാൻ കർത്താവിന് ആഗ്രഹം. ഹി ഈസ് യുവർ ഗോഡ്. തകർന്ന നിന്റെ ദൈവമാവിടുന്ന്, വേദനിക്കുന്ന നിന്റെ ദൈവമാവിടുന്ന്, എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന നിന്റെ ദൈവം, നീ ഏത് ജാതിയോ മതവും വർഗവും വർണ്ണവും ആകട്ടെ, നിന്റെ ദൈവമാവിടുന്ന്. ഈ മുസ്ലിം സഹോദരൻ, ഓട്ടോ ഓടിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ, അതായത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയുന്നത് സ്ഥിരമായിട്ട് ഈ ലൈവും പ്രാർത്ഥനയൊക്കെ കൂടും. പക്ഷെ എനിക്ക് പബ്ലിക്കിൽ എനിക്ക് ഒരു പള്ളിയിൽ പോകാനോ ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനോ ഉള്ള ധൈര്യമില്ല. മനുഷ്യൻ തുറന്നു പറഞ്ഞു, ധൈര്യമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാനിങ്ങനെ ടി വിയിലൊക്കെ കാണും, പക്ഷെ ടി വിയിലൊക്കെ കാണുമ്പോൾ വീട്ടിൽ ഇവരെ കൂട്ടുകൂടുമ്പോൾ ഒത്തിരി പേരുള്ള കാരണം ഇപ്പോഴും ടി വിയിലൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഫോണിലൊക്കെ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഞാൻ കാണും. പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളിലും യേശു പ്രവർത്തിക്കുന്നുണ്ട്. യേശു ജീവനോടെ ഉണ്ടെന്നും യേശുവിൻ്റെ ശക്തിയിലും യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈശോയ്ക്ക് അസാധ്യമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ണുനീരോട് എന്നോട് പറയാം, ഈശോയ്ക്ക് അസാധ്യമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇദ്ദേഹം പറയും, ഇദ്ദേഹത്തിന് ഓട്ടോയിൽ കയറുന്ന ആൾക്കാരോടൊക്കെ പയ്യെ പയ്യെ ഇദ്ദേഹം ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞു. കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളും കർത്താവിനെ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറയുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നുണ്ടെന്ന്. ഒരു ടാർ വർക്കൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനോട് അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിനോട് ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പം കർത്താവ് സൗഖ്യം കൊടുത്തെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കി. സാധാരണ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇടപെടുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇതാ കർത്താവ്. പത്രോസ്ലീഹ ഒന്ന് ആ വചനം കൂടെ വായിച്ചിട്ട് ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ പറയുകയാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്ന് എളിമയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുലപ്പെടരുത്. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ആ വേദനകളെ, വിഷമങ്ങളെ സമർപ്പിക്കാം. നിഷ്കളങ്കമായ ഹൃദയത്തോടെ, ഒരു ശിശുസഹജമായ ഹൃദയത്തോടെ, വിശ്വാസത്തോടെ ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം വെച്ച് എന്നെ തൊടണമേ കർത്താവേ. അവിടുന്ന് എന്റെ ജീവിതത്തിൽ അവിടുന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രക്തസ്രാവക്കാരിയുടെ വിശ്വാസം ഇതായിരുന്നു, എന്റെ ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്കിലും എനിക്കൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും, എനിക്ക് സൗഖ്യം കിട്ടും. വിശ്വാസത്തോടെ കണ്ണുനീരോടെ നീ കണ്ണടച്ച് നീ കണ്ടേ നിന്റെ തൊട്ടരികിൽ യേശു നിൽക്കുന്നു. അവനെ ഒന്ന് തൊട്ടേ. ഈശോനെ തൊട്ടവരും ഈശോ തൊട്ടവരും അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ, അത്ഭുതകരമായ ദൈവപ്രവർത്തികൾക്ക് അവർ സാക്ഷികളായെങ്കിൽ, ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലും ആ അത്ഭുതം നടക്കും. ഒരു വ്യക്തിയല്ല, ഇവിടെ അനീഷിന്റെ ശബ്ദം മാത്രമേ ദൈവം ഉപയോഗിക്കും. നിന്റെ മുൻപിൽ നിൽക്കുന്നത് യേശുവാണ്. യേശുവിനെ വരച്ചു കാട്ടുവാൻ ഈശോ എന്നെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിന്റെ തൊട്ടു മുൻപിൽ ഈശോ നിൽക്കുന്നു. ജീവനുള്ള ദൈവം നിന്റെ അരികിലുണ്ട്. അവന്റെ സാന്നിധ്യം നിന്റെ വീട്ടിൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. വിശ്വസിക്കുക. ആണിപ്പഴുതുള്ള കരം വെച്ച കർത്താവ് നിന്റെ ശിരസിൽ നിന്നെ അനുഗ്രഹിക്കും. കരം വെച്ച് അവിടെ നിന്നെ അനുഗ്രഹിക്കുന്നു, ആസ്വദിക്കുന്നു. വലിയ സൗഖ്യങ്ങൾ നിന്റെ ശരീരങ്ങളിൽ ഈ നിമിഷം സംഭവിക്കുന്നു. ക്ഷമിക്കുവാൻ കഴിയാത്തവണ്ണം കഠിനപ്പെട്ടു പോയ ഹൃദയങ്ങളെ കർത്താവ് മാംസള ഹൃദയമാക്കി തീർക്കുന്നതായിട്ട് സന്ദേശം നൽകുന്നു. കർത്താവിന്റെ ആത്മാവ് അനേകര ഹൃദയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നു. റജീന എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയത്തെ മാംസള ഹൃദയമാക്കി യേശു മാറ്റുന്നു. മാംസള അഹങ്കാരം നിമിത്തം, ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്ന അഹങ്കാര നിമിത്തം ശുശ്രൂഷകൾക്കെല്ലാം ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നു കേട്ടോ. സൗരങ്ങളെ, ശുശ്രൂഷ എന്നുള്ളത് സത്യത്തിൽ എന്നതാ ശുശ്രൂഷ? നമുക്ക് വേണ്ടി നഗ്നനാക്കപ്പെട്ട, അടിയേറ്റ, ക്രൂശിക്കപ്പെട്ട, മണിക്കൂറുകൾ കാൽവരി മലമുകളിൽ തകർക്കപ്പെട്ട യേശുവിനെ പങ്കുവയ്ക്കുന്നതാണ് ശുശ്രൂഷ. ദർ ഇസ് നോ അതർ മിനിസ്ട്രി. ഇവിടെ എന്റെ മിനിസ്ട്രി, നിങ്ങളുടെ മിനിസ്ട്രി ഇല്ല. വി ആർ ലിഫ്റ്റിംഗ് ഓൺലി വൺ പേഴ്സൺ. നഗ്നനാക്കപ്പെട്ടവൻ തെരുവോരങ്ങളിലൂടെ ആ ശരീരം വലിച്ചഴക്കപ്പെട്ടു, അവിടുത്തെ താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടു, ശിരസിൽ മുൾമുടി ധരിപ്പിക്കപ്പെട്ടു, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പപ്പെട്ടു. ആ ഈശോയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ആ ഈശോയുടെ സ്നേഹം ഇന്ന് നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഈശോയെ, അങ്ങയുടെ അനന്തമായ കരുണ, കാൽവരി മലമുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അനന്തമായ കരുണ ഞങ്ങൾ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അറിഞ്ഞും അറിയാതെയുമായി ഞങ്ങൾ ഒരുപാട് അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ട് കർത്താവെ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. അവിടുന്ന് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നിങ്ങൾ പൂർണ്ണമായി കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവൻ ദൈവം ഇന്ന് കേട്ട വചനത്തിലൂടെ അവിടുത്തെ വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് കേട്ട വചനം പോലെ 1 തെസ്സലോനിക്കർ 5-23 വാക്യം, സമാധാനത്തിന്റെ ദൈവം, അവിടുന്ന് സമാധാനത്തിന്റെ ദൈവമാക്കിയ സമാധാനത്തിന്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കണം. ഈ വചനത്തിന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താം. 1 തെസ്സലോനിക്കർ 5:23 വചനത്തിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന. എന്തോ ഒരു സംഭവം താഴിട്ട് പൂട്ടിയിട്ട് താഴെ മറന്നുപോയ ഒരു വ്യക്തി ഭയങ്കരമായ മാനസിക സമ്മർദ്ദത്തിൽ, നിങ്ങൾ ആത്മഹത്യയുടെ മുമ്പിലാണ്, നിങ്ങളുടെ എന്തോ വിലപിടിപ്പുള്ളൊരു സംഭവമാണ്. താഴെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേല. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നു. നിങ്ങൾ യാദൃച്ഛികമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു പ്രയർ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ തന്നെ, നിങ്ങളുടെ വീട്ടിലെ കിച്ചന്റെ വലതുവശത്ത്, കിച്ചണിലെ
നിങ്ങളുടെ അവിടെ ഒരു കബോർഡുണ്ട്, ആ കബോർഡിന്റെ വലതു ഭാഗം ആ മേളിൽ നിങ്ങൾ തപ്പി നോക്കിയാൽ ഈ താക്കോൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ സംഭവം അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ ഇപ്പം തന്നെ പോയി തപ്പി എടുക്കുക. ഇതൊരു സാക്ഷ്യമായി തീരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു, അത്ഭുതം ചെയ്യുന്നു, അത്ഭുതം ചെയ്യുന്നു, അത്ഭുതം ചെയ്യുന്നു, അത്ഭുതം ചെയ്യുന്നു, അത്ഭുതം ചെയ്യുന്നു. യേശുവേ ആരാധന, 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 ആരാധന. ഭയങ്കരമായിട്ടുള്ള ഈ മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എവിടെയാണ്, പക്ഷെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നില്ല. അത് നിമിത്തം നിങ്ങൾ ഭയങ്കര ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായി ജോലിയെ ഒരുക്കുന്നു. നിങ്ങളുടെ ഒരു ഫ്രണ്ട് 2 ദിവസത്തിനകത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവനൊരു ഓഫർ നിങ്ങൾക്ക് തരും. നിങ്ങൾ അവിടെ കയറുക. അതിനോടനുബന്ധിച്ച് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ജോലിയെ ദൈവം ക്രമീകരിക്കുന്നതായിരിക്കും. അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നതായിട്ട് സന്ദേശം നൽകുന്ന കർത്താവ്. യേശുവേ ആരാധന, 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 ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. ചെറിയാൻ എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് എടുത്തു തരുന്നു. ചെറിയാനെ കർത്താവ് സൗഖ്യമാക്കുന്നു കേട്ടോ. ചെറിയാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കർത്താവ് വലിയ സൗഖ്യം ഈ നിമിഷം നൽകുന്നു. ചെറിയാന് കർത്താവ് വലിയ സൗഖ്യം, നിങ്ങൾക്ക് കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടാണ്, കർത്താവിന്റെ വലിയ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. ആരാധന. കർത്താവ് എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അയക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. യേശുവേ ആരാധന, ആരാധന. കർത്താവെ, ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളിലേക്കും അവിടുത്തെ വലിയ മിറക്കിൾ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ ആരാധന. മേഘാഗിരിയുടെ മറവി രോഗത്തെ മാറ്റുന്നതിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ വിഷയത്തിൽ അവിടുത്തെ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മിനി കല്യാണിയുടെ കടബാധിത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിമ്മി തോമസിന്റെ F7 എക്സാം അത് പാസ്സാകുന്നതിന് വേണ്ടി നിമ്മി പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ കർത്താവെ അവിടുത്തെ ഇടപെടൽ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ എല്ലാ പ്രയർ റിക്വസ്റ്റുകളും 100 കണക്കിൽ OET പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഷീന KB OET പഠിക്കുന്നു, OET പഠനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റീന ജോൺ, ഈശോ ഇപ്പൊ തന്നെ സൗഖ്യം തരുന്നു കേട്ടോ. പ്രയർ ഫോർ മൈ ബാക്ക് പെയിൻ ആൻഡ് ലെഗ് പെയിൻ. വിശ്വസിച്ച് ഇപ്പോൾ തന്നെ കർത്താവിന്റെ സൗഖ്യം റീനയുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നു. ബാക്ക് പെയിന്, ലെഗ് പെയിന് ഈശോ എടുത്തു മാറ്റുന്നു. വലിയ സൗഖ്യം ആ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നു. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തന്നെ ഒന്ന് കരം വെച്ച്, എന്നിട്ട് ഈശോ തൊട്ടരികിൽ നിൽക്കുന്ന കണ്ടോണം. നിങ്ങൾ വിശ്വസിക്കണം, ഈശോയുടെ ആണിപ്പഴുതുള്ള കരം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സ്പർശിക്കപ്പെടുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിരവധി രോഗാവസ്ഥയിലുള്ള മക്കളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. കർത്താവെ, എല്ലാ പ്രയർ റിക്വസ്റ്റുകളെയും സമർപ്പിക്കുന്നു. വാട്സപ്പില്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ, ഇപ്പോൾ ലൈവിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ പ്രയർ റിക്വസ്റ്റുകളിലേക്കും അവിടുത്തെ കരുണ ഒഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ അനന്തമായ കരുണ ഓരോ മക്കൾക്ക് വേണ്ടിയും അവിടുന്ന് അയക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അഞ്ജന ലിജു, പ്ലീസ് പ്രേ ഫോർ മൈ റിന്യൂവൽ ഓഫ് കോൺട്രാക്ട് ഓഫ് മൈ ജോബ്. ഈശോയുടെ നാമത്തിൽ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീത അനീഷ്, ലോൺ ബാരിയേഴ്സ് ഈശോയെ പ്ലീസ് ടേക്ക് അവേ ഇൻ യുവർ നെയിം. നീത അനീഷിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീത അനീഷ് ഒരുപാട് പേരെ ഈശോയിലേക്ക് കരം പിടിച്ച് ഉയർത്തുന്നതായിട്ട് ഈശോ കാണിക്കുന്ന കേട്ടോ. ഈശോ ഒരു ശുശ്രൂഷ നീതയ്ക്ക് നൽകുകയാണ്. നീത ചെയ്യുന്ന ജോലിയിലൂടെ അനേകർ ഈശോയിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും. അപ്പോൾ അതോടൊപ്പം തന്നെ നീതയുടെ വിടുതലുകളും കർത്താവ് ഒരു വിടുതലല്ല, നിരവധി വിടുതലുകൾ ദൈവം നടത്തിത്തരും. ചെയ്യുന്ന ജോലിയിൽ കർത്താവിനെ ഉയർത്തുക. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ടീച്ചർ ജോലിയിൽ നമ്മൾ ഏത് ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലിയുടെ കൂടെ ഈശോനെ മഹത്വപ്പെടുത്തുക. ആ സമയത്ത് കർത്താവിന്റെ വലിയ ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലേക്കും കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് തന്നെ വലിയൊരു അനുഗ്രഹമായിത്തീരും. ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നഴ്സിംഗ് കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെയൊക്കെ വന്നിട്ടുള്ള പല പിള്ളേരും എന്നോട് പറയാം, അന്ന് സാറ് ഇന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് കർത്താവിനെ കുറിച്ച് പറയുമായിരുന്നു. എൻ്റെ എല്ലാ ക്ലാസ്സും, അത് എവിടെയാണെങ്കിലും, ഗവൺമെന്റ് സ്കൂളാണെങ്കിലും നോർക്കാടെ ട്രെയിനിങ് ആണെങ്കിലും, ഞാൻ എവിടെ എന്ത് ചെയ്താലും ആദ്യത്തെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥനയാണ്, അവസാനത്തെ ഒരു 5-10 മിനിറ്റ് നമ്മളൊരു പ്രയറും ഹീലിംഗ് പ്രയറും ഒക്കെ ആയിട്ട് എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യും. അത് മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് എടുത്താൽ എവിടെയാണെങ്കിലും അത് ക്ലാസ് എടുക്കും, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ പിള്ളേർ പിന്നീട് പറയുന്ന ഒരു സാക്ഷ്യം, ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താവും, പക്ഷെ കർത്താവ് ഉള്ളിൽ പറഞ്ഞു ധൈര്യമായിട്ടങ്ങ് ചെയ്തു. പിന്നീട് പിള്ളേർ പറയും, അന്ന് സാർ അത് പറഞ്ഞത് എൻ്റെ ലൈഫിനെ ഒത്തിരി സ്പർശിച്ചു, ഒത്തിരി ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ കോവിഡിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ഓൺലൈനിൽ
കർത്താവിൻ്റെ പ്രേരണയിൽ ഇങ്ങനെ ക്ലാസ്സുകളും ടോക്കുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന്, അതായത് 12 വർഷം മുമ്പ് അന്ന് അത് കേട്ട പിള്ളേരൊക്കെ പിന്നീട് അത് അനേകരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഇന്ന് നിങ്ങളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജോലിയിലൂടെ തന്നെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് പിന്നീട് കർത്താവിന് അനേകരെ റീച്ച് ഔട്ട് ചെയ്യുവാനത് കാരണമായി തരും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. തടസ്സങ്ങളെയൊക്കെ ദൈവം എടുത്തു മാറ്റും. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തവരും ഇനി കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇനി കുറേ നേരം കൂടെ കർത്താവിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഒരു പാരിഷിൽ റിട്രീറ്റ് നടക്കുവാണ്. അപ്പം ഐറിഷുകാർക്ക് വേണ്ടിയുള്ള റിട്രീറ്റാണ്. അപ്പോൾ ആ റിട്രീറ്റിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ 6 മണിയായ സമയം, കുറച്ച് ട്രാവലുണ്ട്. 7 മണി 7:15 ആകുമ്പോൾ അവിടെ എത്തണം. അപ്പം നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും നമ്മളോടൊപ്പം ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്തുകൊള്ളുക. പ്രത്യേകമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. റിപ്ലൈ അയക്കാൻ വൈകുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. റിപ്ലൈ അയച്ചാലും വൈകിയാലും ഉറപ്പായിട്ടും ആ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എല്ലാ വിഷയങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞ എൻ്റെ ഈശോ വിശ്വസ്തനാണ്. നമ്മളിത് കേട്ട വചനം അതല്ലേ? 1 തെസ്സലോനിക്കർ 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. എന്ന് കേട്ട വചനം എല്ലാം മറന്നാലും സാക്ഷ്യങ്ങൾ കുറച്ചൊക്കെ ഓർത്തിരിക്കുന്നില്ലേ? വിശ്വസിക്കുക. ദൈവം വിശ്വസ്തന. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. നമ്മൾ എളിമയോടെ നിന്നാൽ മാത്രം മതി. ദൈവം വിശ്വസ്തന. വിളിച്ച ദൈവം അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഹി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ശുശ്രൂഷയോട് പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗുഡ് നൈറ്റ്. I pray that Father, fill them with the fresh anointing of your Holy Spirit. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആണിപ്പഴുതുള്ള കരം വെച്ച് ഓരോ മക്കളെ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. അവരുടെ ഹൃദയ ആത്മീയ ആഗ്രഹങ്ങളെ സ്വർഗം സാധിച്ചു കൊടുക്കണേ. ഈശോയെ സാധിച്ചു കൊടുക്കണേ. അവരോടൊപ്പം ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആ അത്ഭുതം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിനും ഈശോയുടെ ജീവനുള്ള സാന്നിധ്യത്തിന് അവർ സാക്ഷികളായി തീരുന്നതിനും കാരണമായി തീരട്ടെ. ഇവരിലൂടെ അനേകർ യേശുവിനെ അനുഭവിക്കാനിടയായി തീരട്ടെ. അങ്ങനെ അനേകർ വലിയ വെളിച്ചം കാണുവാനിടയായി തീരട്ടെ. കർത്താവെ, ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ. ആവേ മരിയ. സോ ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. സീ യു അഗെയിൻ. ഗോഡ് ബ്ലസ്.